ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റിയ ഒരു ബീട്രൂട്ട് കിച്ചടിയാണ്. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് കേട്ടോ. ഏതൊരു സദ്യയിലും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതും അതേപോലെ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നതുമായുള്ള ഒരു കറിയാണ് ഈ ബീട്രൂട്ട് കിച്ചടി. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടായിരുന്നു, അതിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവാക്കിയെടുക്കുക. അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അത് ചെറുതായിട്ട് കൊത്തി അരിയാവുന്നവരാണെങ്കിൽ അങ്ങനെ അരിയാം, അതല്ല എളുപ്പം ചെയ്യാനാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം നമ്മൾ കടുക് വറുത്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കടുവും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കണം കേട്ടോ. അതിലേക്ക് 2 പച്ചമുളകും, എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇത് മൂന്നും നന്നായിട്ട് വഴണ്ടി വന്ന് ബീട്രൂട്ടിൻ്റെയൊക്കെ കളറ് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരു പൊടികളോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട, ഇത്രയും സംഭവം തന്നെ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഉപ്പും ഒന്നും നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്യേണ്ട, ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരിക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റേജൊക്കെ ആയപ്പോൾ കുറച്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം. പിന്നെ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അധികം പുളി വേണ്ട, കുറച്ച് പുളിയുള്ള തൈര് മതി. ഒത്തിരി പുളി ആയിക്കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. സോ കുറച്ച് പുളിയുള്ള തൈര് എടുക്കുക. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് നമുക്ക് കറി റെഡിയായി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതിലാണ് ആഡ് ചെയ്യുന്നത്, അല്ലാതെ വഴറ്റുമ്പോൾ നമുക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട. ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നല്ല കളർഫുള്ളും ആണ്. നമുക്കിത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത് മിക്സ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിന് നല്ല പിങ്ക് കളറായിട്ട് വരും കേട്ടോ, നല്ല ഡാർക്ക് പിങ്ക് കളറായിട്ട് വരും. അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം കേട്ടോ.